അതിനുശേഷം രണ്ടാമത്തെയാൾ പ്രാർത്ഥിച്ചു, റബ്ബേ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു. അവളോട് എനിക്ക് അഗാധമായ പ്രേമമായിരുന്നു. അവൾ എനിക്ക് വഴങ്ങുന്ന ഒരവസരത്തിനായി ഞാൻ കാത്തിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരവസരത്തിൽ ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. പക്ഷേ അവൾ അതിന് സമ്മതിച്ചില്ല. കാലചക്രം പിന്നെയും കടന്നുപോയി. അങ്ങനെ വർഷങ്ങൾക്കു ശേഷം അവൾക്ക് കുറച്ച് സമ്പാദ്യത്തിന് അത്യാവശ്യം വരികയും എന്നോട് വന്ന് സഹായം ചോദിക്കുകയും ചെയ്തു. പ്രതീക്ഷിക്കാതെ വന്ന അവസരം ഞാൻ ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു. എനിക്ക് വഴങ്ങണം എന്ന നിബന്ധനയോടുകൂടെ അവൾക്ക് 120 ദീനാർ ഞാൻ കൊടുത്തു. അവൾ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കിടക്കയിൽ കയറി ഞാൻ അവളെ പ്രാപിക്കാനൊരുങ്ങവേ പെട്ടെന്ന് അവൾ പറഞ്ഞു, ഇത് പാപമാണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇത് കേട്ടതും ഞാൻ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു പോയി. പൊടുന്നനെ വന്ന ഉൾവിളിയാൽ ഈ ചെയ്തികളെല്ലാം അപ്പോൾ തന്നെ ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്തു. അവളെ അപമാനിക്കാതെ കൊടുത്ത ദീനാർ തിരിച്ചു വാങ്ങാതെ ഞാൻ തിരിച്ചു നടന്നു. ഞാൻ ആ തെറ്റിനെ ഉപേക്ഷിച്ചത് നിന്നോടുള്ള പേടിയും ബഹുമാനവും കൊണ്ട് മാത്രമാണ്. നിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെയ്ത ഈ പ്രവൃത്തി കാരണം ഞങ്ങളെ ഈ പ്രയാസത്തിൽ നിന്ന് നീ രക്ഷിക്കണേ. രണ്ടാമത്തെയാൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചതും പാറ വീണ്ടും ചെറുതായൊന്ന് നീങ്ങി. എങ്കിലും കടന്നു പോകാൻ പറ്റുന്ന രൂപത്തിൽ ആയിരുന്നില്ല ആ വിടവും.